യൂണിയനായിട്ട് തോന്നുന്നുണ്ട് സിനിമ. റീയൂണിയൻ കന്യാകുമാരി. മമ്മൂക്കായോട് ഒരുപാട് പടം ഞാൻ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ പെങ്ങളുടെ നാട്ടിലൂടെ അഭിനയിക്കാൻ സുരേഷ് നമുക്ക് എപ്പോഴും ഉള്ള 10-34 വർഷമായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുകയാണ്. അതിനുള്ളൊരു പുതിയ പടം ഉടനെ ഉണ്ടാവും. ഞാൻ ഹീറോ ആയിട്ടുള്ളൊരു പടം ഉണ്ടാവും. ഞങ്ങളെപ്പോഴും ഡെയിലി സംസാരിക്കാറുണ്ട്, പല പ്രോജക്റ്റുകളിലും സംസാരിക്കാറുണ്ട്. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ മെലഡി ചോദിച്ചു ഇങ്ങനെ സംഭവം ചെയ്യാം. ഇപ്പൊ പുതിയ പ്രോജക്റ്റുകൾ ഞാനും സുരേഷ് ബാബുവായിട്ടുള്ള ഞാൻ ഹീറോ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ വരുന്നുണ്ട്, ഡിസ്കഷനിലിരിക്കുന്നത്. ഇത് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ രക്ഷപ്പെടും. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. പുതിയ പ്രോജക്റ്റുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇത് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉള്ള സിനിമയാണ്. നല്ല ചേരുവകളുണ്ട്, സസ്പെൻസ് ഉണ്ട്, ഡ്രാമയുണ്ട്, ആക്ഷൻ ഉണ്ട്, നല്ല പാട്ടുകളുണ്ട്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എഡിറ്റിംഗ്, ഷോട്ടുകൾ, അങ്ങനെ എല്ലാവരുടെയും പെർഫോമൻസ്, അസ്കറും അന്നയും അതുപോലെ ലക്ഷ്മി റായും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം പുള്ളി എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ടറാണ്. ഒരിക്കലും അത് പുറകോട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. നല്ല ടെക്നിക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് നായകൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അസ്കർ വളരെ നന്നായിട്ടുണ്ട്. വെരി പ്രോമിസിങ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വെരി ഹാപ്പി. അത് എനിക്ക് പറഞ്ഞ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് സുരേഷ് ബാബു സാറിന്റെ പടത്തില് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഇപ്പോൾ അച്ഛനായിട്ട് കുറെ പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ലെജൻഡറി ഡയറക്ടറാണ്. പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ബാക്കിയെല്ലാം എനിക്ക് പ്രേക്ഷകർ പറയട്ടെ, ഓഡിയൻസിന് പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു ഇൻ ആൻഡ് ഔട്ട് സസ്പെൻസ് ക്രൈം ത്രില്ലർ, എഡ്ജ് ഓഫ് ദ സീറ്റാണ്. നമുക്ക് തുടക്കം തൊട്ട് കീപ് ഗെസ്സിങ് ആരാ എന്താ നടുവെന്ന് ഗെസ് ചെയ്യും. So do watch it in theater. Thank you. പടം കഴിഞ്ഞപ്പോ കരഞ്ഞെന്ന് തോന്നുന്നു. കന്നഡ വെച്ചാണ്. അതിൻ്റെ ഒരു സന്തോഷം കണ്ണീരാണ്. കരയാനുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കാണുമ്പോൾ. അതൊക്കെ വേറെ പാറ്റേൺ ചെയ്തേക്കണം. ആ പാറ്റേൺ വിട്ടിട്ട് വേറെ ലൈനിലുള്ള സംഭവമാണ് ഈ പടം നിങ്ങൾ പടം കാണുമ്പോൾ അറിയാം കോട്ടയം ആണോ. അടുത്ത പടം വേറെ IPS എന്ന് പറയുന്ന പടം ഞാൻ ഹീറോയായിട്ട് അഭിനയിക്കുന്നത്. എല്ലാ ഓഡിയൻസും പല പോയിന്റ് ഓഫ് വ്യൂസ് ആണല്ലോ. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കില്ല ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും വന്ന് കാണാം. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളിങ്ങനെ പുറത്തു വരുന്നത് ശരിയല്ലല്ലോ. എല്ലാവരും വന്ന് കാണും. എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് പറയേണ്ടി വരുമെന്ന് വെച്ചാൽ അവരുടെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. ഞാനത് പറയുന്നത് ശരിയല്ല. എന്തായാലും വന്ന് കാണും. താങ്ക് യു. കന്യാകുമാരി എക്സ്പ്രസിന് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ പടത്തിൽ ഒരു രക്ഷയില്ല. വേറൊരു മേക്കിംഗ് സിനിമകളിലൊക്കെ എന്താ പറയുക, അഭിനയിച്ച പടമായോട് പറയല്ല, ഗംഭീര പടം, ഗംഭീര മേക്കിംഗ്. നമുക്കിടെ അനന്തരവനാണെങ്കിൽ നാരനാണെങ്കിൽ അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല സെക്കൻഡ് പുള്ളിക്കാരന്റെ കഴിവ് കാണിക്കുന്നത്. മറ്റേ ഇത് കാണിക്കും പറയുന്നില്ല, ഇതായിട്ട് പറയുന്നില്ല. ഫസ്റ്റ് ഹാഫ് നോർമൽ പുള്ളി പോകുന്നത്. സെക്കൻഡ് ഹാഫിലെ പുള്ളിക്കാരൻ താരത്തിലായിരിക്കും. ആക്ടിങ് ആയാലും ശരി, ആക്ഷൻ ആണെങ്കിലും ശരി, ഒരു സാധ്യത അതെല്ലാം ക്ലൈമാക്സിൽ പിടിച്ചിട്ടാണ്. ഞാൻ ടാലന്റ് ഉണ്ടെന്ന് മനസ്സിലായ ക്ലൈമാക്സ് എന്താ മറ്റേ സീൻ കണ്ടാൽ എനിക്ക് പണം കിട്ടുന്ന അവസരമായി കഴിവുള്ള ഒരാളാണ് മനസ്സിലായത്.
ഫൈറ്റൊക്കെ അടിപൊളിയാണ്. ക്ലൈമാക്സ് മറ്റേ കിട്ടുന്ന അതൊരു നമുക്കൊരു ഒരു എനർജി കൊടുക്കും. അങ്ങനെ നല്ല ചെയ്തിട്ടുണ്ട്. ബീജി ഒക്കെ അടിപൊളിയായിട്ട് നല്ല 5 ബീജി കൊടുത്തിട്ടുണ്ട്. പിന്നെ സാറിന്റെ അദ്ദേഹത്തിന്റെ മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ക്ലൈമാക്സിലാണ് പണം കൊടുത്തത്. വേറെ ലെവലിൽ തന്നെ ആക്ടിങ് എല്ലാം കൊണ്ടും അടിപൊളി ഒരു ക്ലൈമാക്സ് ആണ്. മേക്കിംഗ് സൂപ്പർ മേക്കിംഗ് അഷ്കർ പൊളിച്ചൻ എല്ലാവരും രതീഷണ്ണും മഞ്ഞളും ഓൾ ആർട്ടിസ്റ്റ് ഗംഭീര അടിപൊളിയാണ്. ചോദിക്കേണ്ട കാര്യമില്ല. എല്ലാവരും കോമ്പറ്റീഷനാണ് ആർട്ടിസ്റ്റുകൾ തമ്മിൽ. ഭയങ്കര മേക്കിംഗ് സുരേഷ് ബാബു രക്ഷയില്ല. അതുപോലെ ക്യാമറ രവിചന്ദ്രൻ ഗംഭീര ലൊക്കേഷൻസ് എല്ലാവരും വളരെ മനോഹരമായിട്ടാണ് ഒരു സൂപ്പർ ഹിറ്റ് പ്രതീക്ഷിക്കാം. നമുക്കവിടെ ജൂനിയറായിട്ട് വരും. പിന്നെ എന്താ പറയാ ഡയറക്ഷൻ നമ്മളിപ്പോ ജോഷി സാറ് സത്യനന്ദികാട് സാറ് അവർക്ക് ഇപ്പോഴും പല ഡയറക്ടർമാരെപ്പോഴും അതേപോലെ ശക്തമായി തിരിച്ചു വന്നു. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല സിനിമ റിയാസ് ഖാൻ അതുപോലെ എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ല ഡയറക്ഷൻ.